അങ്ങനെ ബിഗ് ബോസിൻ്റെ 53-ാമത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെയാണ്. രാവിലെ പതിവ് പോലെ അവരുടെ മോർണിംഗ് പാട്ടൊക്കെ കഴിഞ്ഞു. അതെ, ഇന്ന് നമ്മൾ നോക്കുമ്പം 4-5 പേരെ നല്ല എൻജോയ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ചിലരൊക്കെ നോക്കുമ്പോൾ അവിടെ മൂടി പുതച്ച് കിടക്കുകയാണ് ഈ രാവിലത്തെ പാട്ടിൻ്റെ സമയത്ത്. പിന്നെ നോക്കുമ്പോൾ ചിലരൊക്കെ അവിടെ ഇങ്ങനെ സാന്നും പറഞ്ഞൊക്കെ നടക്കുന്നു വരുന്നു. ഭയങ്കര മടിയായ എന്തോ ഒരു അലസത പോലെ തോന്നുന്നു ചിലർക്കെല്ലാം. 4-5 പേർക്ക് ഭയങ്കര എനർജിയും തോന്നുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ടാസ്ക് ഇന്നത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ വകയായിട്ട് ഈ പ്രേക്ഷകരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ഒരാൾ വന്നിട്ട് ഒരു ചരടിൻ്റെ ഒരറ്റത്ത് അവരുടെ കൈ ഇടും, അതിൻ്റെ ആ ചരടിൻ്റെ മറ്റേ അറ്റത്ത് അപ്പോൾ ആരായിരിക്കണം എന്നുള്ളത് പ്രേക്ഷകരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ പ്രേക്ഷകരുടെ നിറയെ പ്രേക്ഷകരും അത് ജിൻഡോയാണെങ്കിൽ അത് നോറയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ റസ്മിൻ ഈ ഒരു ടാസ്കിൻ്റെ കാര്യമൊക്കെ അവിടെ വായിച്ചു. അപ്പോൾ അതിൽ ജിൻഡോയുടെ കയ്യിലാണ് ഈ ചരടിൻ്റെ ഒരറ്റം, അപ്പോൾ അപ്പുറത്ത് നോറ. ഇതറിഞ്ഞപ്പോൾ തന്നെ നോറ എന്നാൽ പിന്നെ എൻ്റെ കഴുത്തിലോട്ട് അങ്ങിടുന്നു പറഞ്ഞു. ജിൻഡോയും ഇതന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഇടയ്ക്കിടയ്ക്കെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. രണ്ടുപേർക്കും ഒന്നും ശരിക്കും ഒത്തു പോകുന്നേയില്ല. അങ്ങനെ തർക്കങ്ങളും പ്രശ്നങ്ങളും പരാതികളും ഒക്കെയാണ്. പേരും കൈ 2 ചരടിൻ്റെ ഓരോ അറ്റത്ത് ഓരോ കൈ വീതം. അങ്ങനെ ഒരു നിശ്ചിത സമയം എന്നാൽ ഈ ബിഗ് ബോസ് എത്ര സമയം എന്ന് പറയുന്ന ആ സമയം വരെ അതങ്ങനെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഈ ചരടിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഓരോ കൈകളും ബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഒരാൾ എവിടെയൊക്കെ പോന്നോ ആ മറ്റേ ആളും അതിനനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കണം. ഒന്നാമത് ഈ 2 പേരും പരസ്പരം ഒത്തുപോകാത്തവരും പരസ്പരം ഇഷ്ടമല്ലാത്തവരുമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ 2 പേരും ഈ മണിക്കൂർ കണക്കിന് ഇവരെയൊക്കെ ഒരാളുടെ പ്രവൃത്തിയും അവർ എന്തൊക്കെ ചെയ്യുന്നു അത് ഇഷ്ടമല്ലാത്തവരാണ് അടുത്ത കയറിൻ്റെ ഇങ്ങേ അറ്റത്തുള്ളത്. അത് നീളം എന്ന് പറയുന്നത് ആ ചരടിൻ്റെ 1 മീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു 3/4 മീറ്റർ കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ 2 പേരും ആരെന്തൊക്കെ ചെയ്യുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഇതിൽ വന്നിട്ട് ഈ ബാത്റൂമിൽ പോകുന്നതും ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രശ്നങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവരിങ്ങനെ കൈ വിടുവിക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ വന്നിട്ട് എപ്പോഴും ഒന്നിച്ച് നടക്കണം. ഇവർ 2 പേരും വന്ന് പരസ്പരം അറിഞ്ഞപ്പം തന്നെ ഭയങ്കരമായിട്ട് 2 പേരും അത്ഭുതപ്പെട്ടു പോയി. അതിനുശേഷം വന്നാൽ അവർ 2 പേരും പറഞ്ഞാൽ എൻ്റെ കഴുത്തിലങ്ങ് ഇട്ടു. എന്താണെന്ന് വെച്ചാൽ ആ എതിർ പാർട്ടിയുടെ കൂടെ ഇങ്ങനെ ഈ കയറിൻ്റെ 2 അറ്റത്തും നടക്കുന്നില്ലേ, അതിന് പകരം കഴുത്തിലിട്ടങ്ങ് മുറുകിക്കോളാനാന്ന് പറഞ്ഞെന്നുള്ള രീതിയാണ്. അവർക്ക് അതാരും അതിൽ നല്ലതായിട്ട് തോന്നുന്ന ഉള്ള ഒരു ഇതാണ് നമുക്കതിൽ മനസ്സിലാകുന്നത്. ഉച്ച സമയത്താണ് ഇത് ആരംഭിച്ചത്. ബിഗ് ബോസ് പറഞ്ഞത് ഈ ടാസ്ക് ആരംഭിക്കാൻ. ഇത് എനിക്ക് എന്താ ഇത് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് ജിൻഡോയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു എന്ന് തന്നെ സംശയമുണ്ട്. കാരണം എന്താണെന്ന് ഇവർ 2 പേരുടെ കൈയും അങ്ങനെ ഈ കയറിൻ്റെ 2 അറ്റത്ത് കെട്ടിയെങ്കിലും, കയറല്ല ചരടാണ് കേട്ടോ, പിന്നെ കെട്ടിയെങ്കിലും ഇതിൽ വന്ന് കൂടുതൽ ഹാപ്പി ആയിട്ടും തോന്നുന്നത് നമുക്ക് ജിൻഡോയാണ്. ഈ നോറ ഭയങ്കരമായിട്ട് അവസ്ഥപ്പെടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ബന്ധിച്ചതിന് ശേഷം ഉടൻ തന്നെ ജിൻഡോയുടെ കൈയൊക്കെ ഇങ്ങനെ കറക്കിയുള്ള എക്സസൈസൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഈ കൈയും ഈ ജിൻഡോയുടെ ലെഫ്റ്റ് ഹാൻഡും ഇടത്തെ കൈയും നോറയുടെ വലത്തെ കൈയും കൂടെ ഇങ്ങനെ യോജിപ്പിച്ചേക്കുന്നത്. ജിൻഡോ എന്താണെന്ന് ഈ ഇടത്തെ കൈയിട്ട് ഇങ്ങനെ കറക്കി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഈ നോറയാണെങ്കിൽ അതിനനുസരിച്ച് നോറയുടെ കൈയും ഇങ്ങനെ കറങ്ങണമല്ലോ, അല്ലാതെ ചുമ്മാ വെച്ചേക്കാൻ പറ്റത്തില്ല. അതങ്ങനെ വരും, ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമല്ലോ. അപ്പം അതിൽ ഈ നോറയ്ക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ കാണുമ്പം. അത് കഴിഞ്ഞ് പിന്നെ ഈ ജിൻഡോ എന്താണ് ഈ ഉച്ച വെയിലായി, ഈ ഉച്ച സമയത്തേ തുടങ്ങുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ വെയിലിൽ പോയി കിടന്ന് ഓപ്പൺ ഏരിയ ഉണ്ടല്ലോ അവിടെ ഇവർ താമസിക്കുന്ന അവിടെ. പിന്നെ പറയണോ, ചെന്നൈയിലെ ഭയങ്കര തീ പിടിച്ച വെയിൽ ആ സമയം, അത് ഉച്ച സമയം. ഇപ്പം ഈ നടക്കുന്നത് ഈ ടാസ്കിൻ്റെ ഈ ജിൻഡോ എന്തോ ചെയ്യുന്ന ഇങ്ങനെ നേരെ പോയി ആ ഓപ്പൺ ഏരിയയിൽ പോയിട്ട് ഈ പുല്ലൊക്കെ പോയി നല്ല വെയിലടിക്കുന്നിടത്ത് പോയിട്ട് ഈ പുഷപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് ഇതിനനുസരിച്ച് നോറയും വന്ന് ഈ അയാളിങ്ങനെ കൈ കുത്തി ഇതനുസരിച്ച് ഇവരും അവിടെ കുത്തിയിരിക്കണം. അപ്പോൾ എന്താണെന്ന് ജിൻഡോയ്ക്ക് വെയിൽ കൊള്ളുന്ന
ആ ഒരു ശീലം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ നോറ ഈ വെയിലത്ത് നിന്ന് ഭയങ്കരമായിട്ട് വേർക്കുകയും അതിൻ്റെതായ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ മെമ്പേഴ്സൊക്കെ, ബിഗ് ബോസ് വീട്ടിനകത്തെ മെമ്പേഴ്സൊക്കെ ഇവർ കണ്ടവർക്ക് തന്നെ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് അത് ശരിയല്ല എന്നൊരു രീതി ഉണ്ടായി. കാര്യം ഇത് എന്തോ ജിൻഡോ അത് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന മാതിരി വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ജിൻഡോയ്ക്ക് പ്രശ്നമില്ല വെയിലത്ത് നിൽക്കുന്നതിൽ, പക്ഷേ ഇതിപ്പോൾ നോറയ്ക്കാണെങ്കിൽ അത് പ്രശ്നമായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. നോറ അത് പറയുന്നുണ്ട്, നോറയുടെ കാര്യമല്ലേ, എന്തെങ്കിലും ഒരു ഇച്ചിരി വേണമെങ്കിൽ നോറയ്ക്ക് ഈ ഒരു പ്രശ്നം ദേഷ്യവും സങ്കടവും ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് നമുക്ക് ആ മുഖത്തും ആ ബോഡി ലാംഗ്വേജിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നോറയ്ക്ക് ഒരു ശകലം കാര്യമുണ്ട്, ഈ കരച്ചിലുമൊക്കെ വരും. ഈ കരച്ചിൽ കരയാതെ അടക്കി പിടിക്കുന്ന ആ ഒരു ഇതൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ അത് ജിൻഡോ പക്ഷേ ഇതിങ്ങനെ മുതലെടുക്കുന്ന മാതിരി ഇത് മനസ്സിലാവുന്നുണ്ട്. ജിൻഡോ ഭയങ്കര ഹാപ്പിയാണ്, ശരി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട് ജിൻഡോ. ഈ ഒരു പാട്ടിൽ നമുക്ക് മനസ്സിലാവുന്നു. ഈ നോറയാണെങ്കിൽ ഇതിങ്ങനെ സഹിച്ച് ക്ഷമിച്ചിട്ടങ്ങ് കരയാനും വയ്യ, കരയാതിരിക്കാനും വയ്യാത്ത ഒരു കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഈ മെമ്പേഴ്സൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ഇത് ശരിയല്ല, ഈ കാണിക്കുന്നത് ശരിയല്ല. എവിടെ ജിൻഡോ എവിടെ അത് കേൾക്കുന്നത്? ജിൻഡോയ്ക്ക് കിട്ടിയ ചാൻസ് എന്നും പറഞ്ഞു നോറയുടെ മേലെ ജിൻഡോയ്ക്കും എന്തോ വിരോധങ്ങളൊക്കെ ഉണ്ട്. നോറയ്ക്ക് അതിൻ്റെ അപ്പുറമുണ്ട് ജിൻഡോയുടെ മേലെ വിരോധം. അപ്പോൾ പിന്നെ നമ്മുടെ ആൻസിബയാണെങ്കിൽ പോയിട്ട് ജിൻഡോ ഇത് ശരിയല്ല എന്ന് പതുക്കെ ഇങ്ങനെ ജിൻഡോയോട് പറയുന്ന അതുമാതിരി നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് ഈ വെയിലത്തുനിന്ന് കയറി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ ജിൻഡോയോടാണ് നമ്മുടെ ജാസ്മിൻ വിളിച്ച് പറയുന്നു, അടുക്കള കിച്ചണിൽ നിന്നിട്ടാണ് പറയുന്നത് ക്യാബേജ് അരിയണമെന്ന് പറയുന്നത്. കാര്യം ഈ കിച്ചൺ ടീമിൽ ഉൾപ്പെട്ടതാണ് ജാസ്മിനൊക്കെ. ജാസ്മിൻ ഇപ്പം കിച്ചൺ ടീമിൻ്റെ ലീഡറാണ്, ക്യാപ്റ്റനാണ്. അപ്പോൾ വന്നിട്ട് ഈ ജിൻഡോയും ഈ കിച്ചൺ ടീമിലുള്ളത്. അപ്പോൾ ജിൻഡോ ഈ ടാസ്കുമായിട്ട് നടക്കുന്നു. ഇപ്പോൾ ജാസ്മിൻ എന്താ പറയുന്നതെന്നാൽ ഇത് ക്യാബേജ് അരിയണം, വന്ന് അരിയാന്ന്. ഈ കയ്യിൽ ഇതിൻ്റെ കൂടെ നോറയും ഉണ്ട്. അപ്പോൾ ക്യാബേജ് അരിയണം. ജിൻഡോ എന്ത് ചെയ്യാൻ പറ്റും? ക്യാബേജ് അരിയാൻ പോയി അവിടെ നിൽക്കുക, അവിടെ ഇരുന്ന് ക്യാബേജും പിടിച്ചോണ്ട്. ഇപ്പം എല്ലാവരും കൂടെ ചെന്ന് പറഞ്ഞു, അത് പവർ ടീമും കൂടെ ചെന്ന് പറഞ്ഞു പറ്റത്തില്ല. ഇപ്പം ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടാസ്ക് തരുന്ന സമയത്തിന് വേറെ പണികളൊന്നും ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് പവർ ടീമിൻ്റെ അധികാരം വെച്ചിട്ട് ഇത് പറ്റത്തില്ല, ജിൻഡോ ക്യാബേജ് ഒന്നും അരിയണ്ട എന്നുള്ളത് പവർ ടീം പറഞ്ഞ് അങ്ങനെ മാറുന്നുണ്ട്. പിന്നെ ജിൻഡോയ്ക്കാണെങ്കിലും ഒരു സ്വഭാവം ഉണ്ടല്ലോ, സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ ഈ കൈ രണ്ടും കൂടെ ഇവർ രണ്ടും ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നെങ്കിലും ജിൻഡോയ്ക്ക് വന്നിട്ട് സിഗരറ്റ് വലിക്കണം. ഇപ്പം ജിൻഡോ പറയുന്നു സിഗരറ്റ് വലിക്കണം, സിഗരറ്റ് വലിക്കുന്ന ഏരിയയിലേക്ക് പോകാം. നോറ പറയുന്നത് പറ്റത്തില്ല, എനിക്ക് ആ സ്മെല്ല് പിടിക്കാൻ പറ്റത്തില്ല, അത് കാരണം ഇപ്പം പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കം പിന്നെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ വന്നപ്പം പിന്നെ റസ്മിൻ ആണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. എല്ലാവരും ഇടപെട്ട് വന്ന് പറ്റത്തില്ല ജിൻഡോ ബ്രോ, അതൊന്നും പറ്റത്തില്ല, അങ്ങനെ സിഗരറ്റ് വലിക്കാനൊന്നും പറ്റത്തില്ല, അത് മറ്റേ ആൾക്ക് ഇഷ്ടം, വേറൊരാൾക്ക് ഇഷ്ടമല്ലെന്നെങ്കിൽ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ അത് ഒട്ടും ശരിയല്ല. അപ്പോൾ അങ്ങനെ അതും ക്യാൻസലായി. ഇങ്ങനെ ജിൻഡോ വന്നിട്ട് ഇതിനകത്ത് നന്നായിട്ട് വെച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിത് മനസ്സിലാവുന്നത്. ഈ ക്യാബേജൊക്കെ പിന്നെ ജിൻഡോ അരിയണ്ടെന്ന് പവർ ടീം ജിൻഡോയ്ക്ക് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ ടീം ജിൻഡോ ഇങ്ങനെ കൈ ഈ നോറയും ജിൻഡോയും കൂടെ കൈ ഇങ്ങനെ ചരടിൻ്റെ രണ്ടറ്റത്തായതുകൊണ്ട് ആ ടാസ്കും ചെയ്യുന്നത് കൊണ്ട് ക്യാബേജ് ജിൻഡോ അരിയണ്ടെന്നുള്ളത് സായി വന്ന് പറഞ്ഞായിരുന്നു. പവർ ടീമിൻ്റെ സർവാധികാരികളിൽ ഒരാളാണ് സായി. അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ആരൊക്കെയാണെന്ന് ഈ നമ്മുടെ ജാസ്മിനൊക്കെയാണെന്ന് തോന്നുന്നു ഈ ക്യാബേജൊക്കെ അരിഞ്ഞ് അവിടെ മേശപ്പുറത്തും അതിൻ്റെ ടേബിളിൻ്റെ പുറത്തും ആ പാത്രത്തിൻ്റെ പുറത്തും പിന്നെ ഈ തറയിലെല്ലാം ഈ ക്യാബേജ് അരിഞ്ഞത് കിടപ്പുണ്ട്. അപ്പോൾ ജിൻഡോയുടെ ആണെങ്കിൽ ജാസ്മിൻ പറയുന്നു അത് വൃത്തിയാക്കാൻ പറയുന്നു. അപ്പോൾ ജിൻഡോയുടെ പുറത്ത് കൈയുടെ അങ്ങേയറ്റത്ത് ഈ നോറയുണ്ട്. ജിൻഡോ എന്തൊക്കെ ചെയ്യുന്നു അവിടെ എല്ലാം ഈ നോറയും പൊയ്ക്കൊണ്ടിരിക്കണം. നോറയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അതിലൊരു ഭാഗമാകണമല്ലോ. അപ്പം അങ്ങനെ ജിൻഡോ ആ പാത്രത്തിൻ്റെ പുറമൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്, ക്യാബേജ് ഇങ്ങനെ അരിഞ്ഞതിൻ്റെ ഇതൊക്കെ വീണ് കിടക്കുന്നതൊക്കെ. പിന്നെ തറയിലും നമ്മൾ കാണുന്നുണ്ട്, തറയിലും കിടക്കുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നത് ഇത് അരിഞ്ഞവർ തന്നെ ക്ലീൻ ചെയ്യണം, ഇതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലർ വന്ന് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ഈ ടാസ്ക് നടക്കുന്നത് കൊണ്ട്, ഈ കയറ് കെട്ടി ഈ ചരട് കെട്ടിയുള്ള ടാസ്ക് നടക്കുന്നതുകൊണ്ട് ക്യാബേജ് അരിയണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് അരിഞ്ഞ് ഈ അഴുക്കായി കിടക്കുന്ന ഈ പൊടിയൊക്കെ കിടക്കുന്നിടത്ത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജിൻഡോ എന്തോ അത് വൃത്തിയാക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം ഈ നമ്മുടെ നോറയും സഹിച്ച് ക്ഷമിച്ച് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യാത്ത വിദ്വേഷം അങ്ങനെ ഉണ്ട്. നമുക്കത് മനസ്സിലാവുന്നുണ്ട്, ബോഡി ലാംഗ്വേജ് എല്ലാം ഫേസിലൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ അതിലിങ്ങനെ
അങ്ങനെ ആ വേസ്റ്റൊക്കെ ജിൻഡോ തൂത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒക്കെ വൃത്തിയാക്കി എടുക്കുമ്പോഴും നോറയൊപ്പം ഉണ്ട്. ആ സമയത്ത് ജാസ്മിന് അവിടോട്ട് വന്ന് ഈ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഭയങ്കര തർക്കവും വഴക്കും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പേരിലും ഈ അരിയാത്തതിൻ്റെ പേരിലൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പം ഈ പ്രാവശ്യം റസ്മിനാണ് ക്യാപ്റ്റനായിട്ട് റസ്മിനും അതിലിടപെടുന്നൊക്കെയുണ്ട്. ഇതിലിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോറയാണെങ്കിൽ ഇതിനെതിരെ ഭയങ്കരമായിട്ട് സൗണ്ട് വയ്ക്കുന്നുണ്ട്. സൗണ്ട് മീൻസ് ഈ അലക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ട് പലർക്കുമേ. രണ്ടുപേരും ഇങ്ങനെ കാണിക്കുന്നതിൽ നോറ ഇങ്ങനെ അലച്ചലച്ച് പറയും. നോറയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ നോറയുടെ സൗണ്ടും ഈ അലപ്പും ഒക്കെ കൂടെ ആകുമ്പോൾ അതൊരു പ്രത്യേക ഒരു രീതി. അത് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല, പറഞ്ഞ് നമുക്കത് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീട്ടിനകത്തുള്ളവരെല്ലാം ഇവരെ ഈ ടാസ്ക് കൊണ്ട് അവിടെ ഇവിടെ ഈ ജോലിയൊന്നും ഇല്ലാത്തവർ മാറിയിരിക്കുക. ജോലിയുള്ള കിച്ചൺ ടീമിന് ജോലി, അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ധൃതിയിലൊക്കെയാണ്. മറ്റുള്ളവരൊക്കെ അവിടെ ഇവിടെ ഇരിക്കുക. ഈ നോറ ഇതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യമൊക്കെ വെച്ച് അലക്കുകയും പറയുകയും കംപ്ലൈൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ വീടിനകത്ത് ആ ചുറ്റുവട്ടത്തിരിക്കുന്നവർക്കെല്ലാം അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് നമുക്ക് അവരെയൊക്കെ മുഖത്ത് വായിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതിനുശേഷം പിന്നെ പലരുമേ നിങ്ങളിങ്ങനെ വന്ന് ഈ ഒരു ടാസ്കിനെ ഇങ്ങനെ ദേഷ്യവും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഇതിനെ ഒരു നല്ല ഒരു ഫണ്ണായിട്ട് എടുത്തിട്ട് പോകാൻ അങ്ങനെ പറഞ്ഞ് പിന്നെ ഈ വീട്ടിനകത്ത് ഉള്ള ചില മെമ്പേഴ്സെല്ലാം കൂടെ പാട്ട് പാടുക. അവർ ഈ സൗണ്ട് ഈ നോറയുടെ ഈ അലപ്പും ഈ കംപ്ലൈൻറ്റും ഇതെല്ലാം കൂടെ അവർക്ക് ഭയങ്കര ഇതാകുന്നു. കാര്യം എന്താണെന്നാൽ നോറ എപ്പോഴും ഇതിൻ്റെ കംപ്ലൈൻറ്റും പ്രശ്നങ്ങളും ഇങ്ങനെ അലച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു കുറേ സമയം ഇതിങ്ങനെ കേൾക്കുമ്പോഴേ അപ്പോൾ അതങ്ങനെ മറ്റുള്ളവർ തമ്മിൽ സ്വയമേ അവരൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ അവർ സ്വയം സന്തോഷം ഉല്ലാസം കണ്ടെത്താമെന്നുള്ള രീതിയിൽ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രീരേഖയും ശരണ്യൊക്കെ കൂടെ മാറിയിരുന്നുകൊണ്ട് ഇതിനെ പറ്റിയൊക്കെ പറയുന്നു. ഇതിങ്ങനെ ഇവർ നല്ല കൈഫായി ഒരു ടാസ്ക്. പക്ഷേ ഇവരിത് ഇങ്ങനെയുള്ള വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എനിക്കും പറയാനുള്ളത് അതാണ്. ഈ നോറയും ജിൻഡോയും തമ്മിൽ വെച്ച് നോക്കുമ്പം അവർ ഫിസിക്കലി ഒട്ടും മാച്ച് അല്ലല്ലോ. അപ്പം ജിൻഡോ ഒരു ആണ്, നോറ ഒരു പെണ്ണ്. അതിൻ്റെ കൂടെ അവർ ഇപ്പോൾ ഭയങ്കര ജിൻഡോ എന്ന് പറയുമ്പോൾ ഒരു ജിം മാസ്റ്ററൊക്കെ ആണല്ലോ. അതിൻ്റെ നോറ ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ. അപ്പം ഇവർ രണ്ടുപേരെ ഇത് വെച്ച് നോക്കുമ്പം ഫിസിക്കലി ജിൻഡോ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നോറയെ ഭയങ്കരമായിട്ട് അതിൽ എഫക്റ്റ് ആകുന്നുണ്ട്. പക്ഷേ ഇതിൽ നോറയ്ക്കും വന്നിട്ട് അതിൻ്റെതായ രീതികളൊക്കെ ചെയ്യും. ഇപ്പം ജിൻഡോ കിച്ചണിൽ പോയി ജിൻഡോയുടെ ജോലി അത് ഭക്ഷണം അവരുടെ കിച്ചൺ ടീമിലുള്ളതാണ്. ജിൻഡോ അതിൽ പോയി അവരുടെ ഭാഗമൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നോറയ്ക്കും നോറയുടെ തരത്തിലുള്ള ജോലികളിലോ നോറയ്ക്ക് അവിടെ പോയി ഇച്ചിരി റെസ്റ്റ് എടുക്കുന്ന മാതിരി ഒന്ന് മാറിയിരിക്കുക കിടക്കുക ചെയ്യുമ്പോൾ ജിൻഡോയെ അതും സഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോറയ്ക്ക് ചെയ്യാം. പിന്നെ നോറയുടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാം. അതിലൊക്കെ ജിൻഡോയ്ക്കും പറ്റുന്ന തരത്തിൽ ബുദ്ധിമുട്ട് കൊടുക്കണം. പക്ഷേ ഫിസിക്കലി നോക്കുമ്പോൾ ജിൻഡോ അതിനെ ഭയങ്കരമായിട്ട് ചെയ്താൽ നോറ അതിൽ പെട്ടുപോകും. എന്നാലും പറ്റുന്നതൊക്കെ തിരിച്ചും ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നോറ ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ് കാര്യം. ജിൻഡോ തന്നെയാണ് ഇതിൽ നോറയ്ക്കിട്ട് നല്ല പണി കൊടുക്കുന്നതായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വല്ലാത്തൊരു അരോചകമായിട്ടാണ് ഇതിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടിട്ട് ഇവർ രണ്ടിൻ്റെ ഇതിൽ മനസ്സിലാവും. നമ്മുടെ ജാസ്മിനാണ് ഇപ്പോൾ കിച്ചൺ ടീമിൻ്റെ ലീഡർ, ക്യാപ്റ്റനാണ്. അത് കാരണം ജാസ്മിൻ ഇപ്പോൾ ഭയങ്കര ഉഷാറായിട്ടുണ്ട് ഈ കിച്ചൺ ടീമിലെ കാര്യങ്ങളിൽ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ഈ ജാസ്മിൻ കിച്ചൺ ടീമിലുണ്ടായിരുന്നു. അപ്പം അൻസിബ ആയിരുന്നു കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റന്. ഈ അൻസിബ ഈ കിച്ചണിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഇത്രയും പേർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഇത് ചെയ്തിട്ടും ജാസ്മിന് ഒന്നും വന്ന് സഹായങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭക്ഷണം ഒന്നും പാകം ചെയ്യാനൊന്നും കൂടി ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ പേര് കംപ്ലൈൻ്റ് ഒക്കെ ആയിരുന്നു. ലാലേട്ടൻ വന്നപ്പോൾ ഒക്കെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഗബ്രിയുടെ ജാസ്മിനും കൂടെ ഓരോരുത്തടുത്ത് മാറിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഇതൊക്കെയായിരുന്നു. അതിൻ്റെ പേരിലൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പം അൻസിബ തന്നെ കിച്ചണിൽ കിടന്ന് ജോലിയായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ആഴ്ചയും ജാസ്മിനെയാണ് കിച്ചൺ ടീമിൽ ഇട്ടേക്കുന്നത്. മെയിനായി ജാസ്മിനെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം അതിൽ അൻസിബയുണ്ട്, ഈ ടീമിലും അൻസിബയുണ്ട്. അപ്പോൾ അൻസിബ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ വന്നിട്ട് വലുതായിട്ട് സഹായം ഒന്നും ചെയ്യാത്ത മാതിരിയൊന്നും അല്ല. അൻസിബ കൂടെ എപ്പോഴും നിന്ന് കിച്ചണിൽ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വന്ന് ജാസ്മിനാണ് ലീഡർ, ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജാസ്മിൻ നന്നായിട്ട് കിച്ചൺ ടീമിൽ ഈ കംപ്ലൈൻറ്റും ഒക്കെ കഴിഞ്ഞ ആഴ്ചത്തെ വന്നല്ലോ.
അപ്പം ഈ പ്രാവശ്യം നന്നായിട്ട് നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കെന്താ അത് പറയാനുള്ളത്, ഈ കിച്ചൺ ടീമിൽ ഇങ്ങനെ നന്നായിട്ട് ജോലി എടുക്കുന്നുണ്ട് കേട്ടോ ജാസ്മിൻ. കഴിഞ്ഞ ആഴ്ച ടീമിലുണ്ടായിരുന്നതിൽ ഒന്നും ചെയ്തില്ലായിരുന്നു, എല്ലാവർക്കും കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ജാസ്മിൻ വന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട്. ജിൻഡോയൊക്കെ ഈ ടീമിലുള്ള ജിൻഡോ കഴിഞ്ഞ പ്രാവശ്യം ഈ ജാസ്മിന് കാണിച്ച കൂട്ടം ഇപ്പോൾ വലുതായിട്ട് പണിയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ജാസ്മിനാണ് ജിൻഡോയുടെ മേലെ അതിൻ്റെ ദേഷ്യമുണ്ട്. അൻസിബ അതുപോലെ തന്നെ സാധാരണ കിച്ചണിൽ എന്തൊക്കെയുണ്ടോ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ടാണ് അൻസിബ ഇരിക്കുന്നത്. ഈ ജാസ്മിന് മാത്രം ദേഷ്യം വരുന്നുണ്ട്. ജാസ്മിൻ അതെല്ലാം ജിൻഡോയുടെ മേലെ തീർക്കുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ചെയ്യാത്ത പോലെ മടി പിടിച്ച പോലെയാണ് ജിൻഡോ ഇപ്പോൾ കാണിച്ചു വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ടുപേരും കൂടെ നല്ല പോട്ടിയായി. അങ്ങനെ നമ്മുടെ ഈ ഉണ്ടാന്ന് പറഞ്ഞ രതീഷ് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ വെളിയിൽ പോയില്ലേ, ബിഗ് ബോസ് തുടങ്ങിയ ഒരാഴ്ച തന്നെ ഫസ്റ്റ് വെളിയിൽ പോയ രതീഷ് ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ അറിയുന്ന ഉണ്ടാന്ന് പറഞ്ഞാലാണല്ലോ. അപ്പോൾ രതീഷ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം 2 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ ഈ രതീഷ് ആണെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് റോളിലാണ് ഇപ്പം വന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ ഈ ജിൻഡോ അവർ ആദ്യം ആ വെളിയിൽ പോകുന്ന ആ സമയത്ത് തന്നെ ഈ ജിൻഡോയുമായിട്ട് നല്ലൊരു യോജിപ്പ് വന്നപ്പോഴാണ് പെട്ടെന്ന് പോയത്. ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം ജിൻഡോയെ ഹെൽപ്പ് ജിൻഡോയുടെ കൂടെ അങ്ങനെ ഒത്തു നിൽക്കുന്നത്. ഇപ്പം ഈ നോറയുടെ കയ്യിൽ ഈ ചരട് കെട്ടിയതിന് ഈ ജിൻഡോയെ പുറത്ത് കയറ്റി നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് കയറ്റി ആന കളിപ്പിക്കുന്ന മാതിരിയാണ് ഈ ഈ രതീഷ് വന്നിട്ട് ഈ ജിൻഡോയെ ഇങ്ങനെ പുറത്ത് കയറ്റിയിട്ട് അവിടെ ഇങ്ങനെ ആന കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ജാസ്മിനെ ഒന്നും വന്നിട്ട് ഒട്ടും പിടിക്കുന്നില്ല. ജിൻഡോ ആണെങ്കിൽ കിച്ചണിലും ജോലി ചെയ്യണമല്ലോ, ജോലി ചെയ്യുന്നില്ലല്ലോ. അത് കാരണം ജിൻഡോയോട് ജാസ്മിൻ ഈ ഭയങ്കരമായിട്ട് വഴക്കിടുന്നത് ഈ രതീഷ് ആദ്യം കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ജിൻഡോയ്ക്ക് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ രതീഷ്. അപ്പോൾ അത് ജാസ്മിൻ അതിൻ്റെ പേരിൽ ഈ രതീഷിനെ നല്ലതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വലിഞ്ഞു കയറി വന്നതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് ഈ രതീഷിനെ പറയുന്നത് ജാസ്മിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകും പഴയതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ. രണ്ടുപേരും കൂടെ അങ്ങനെ നല്ല പോട്ടിയിൽ ആ വർത്തമാനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രതീഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അപ്പോൾ രതീഷ് ഈ ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ നല്ലവണ്ണം ദേഷ്യം പിടിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പം ക്യാപ്റ്റനായ റസ്മിനും പറയുന്നു, ഈ രതീഷിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട് ഒരു തീരുമാനമായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ വെളിയിൽ പോകും എന്നുള്ള രീതിയിൽ. നമ്മുടെ ജാസ്മിനാണെങ്കിൽ പറയുന്നുണ്ട് വലിഞ്ഞു കയറി വന്നതാണ്, പിന്നെ അതുകൊണ്ട് ഒന്നും ഒരു ഇതില്ല, വന്ന് വെറുതെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുമില്ലല്ലോ, പോയിട്ടിപ്പോൾ വന്നതല്ലേ, ഗസ്റ്റ് റോളിൽ വന്നതാണ് രതീഷ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്കിങ്ങനെ അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഒരു വിലയില്ലാത്ത മാതിരി. അങ്ങനെ നമ്മുടെ നോറയും ജിൻഡോയും തമ്മിൽ ഈ കൈ കെട്ടിയേക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇത് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം 3 മണിയൊക്കെ ആവാറായി. നോറ ഒരിടത്ത് ഇരിക്കുക, ജിൻഡോ അവിടെ നിൽക്കുക. അപ്പം ഈ കൈ ഇങ്ങനെ കെട്ടിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിലൊക്കെ അതായത് നോറയ്ക്കാണെങ്കിൽ പൊട്ടിക്കരയണോ അതോ ചീത്ത പറയണോ ഒന്നും ഒരു പിടുത്തമല്ലോ വല്ലാതെ. പക്ഷെ നോറയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓരോ ഇതിൻ്റെ പേരിൽ സൗണ്ട് വയ്ക്കുകയോ അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ വീട്ടിനകത്തുള്ളവർക്കും അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്കെല്ലാം അത് ഭയങ്കര ഒരു ഈ എല്ലാവരുടെ സൗണ്ടും ഒരുപോലെ അല്ലല്ലോ. ഈ നോറയുടെ സൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാത് തുളയ്ക്കുന്നെന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു സൗണ്ടായി നോറയുടെ. അത് നോറ ദേഷ്യപ്പെട്ട് ഒച്ചത്തിൽ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കങ്ങ് ഇതാവും. കാത് തുളച്ച് സൗണ്ട് ഒന്നും കേൾക്കുന്നു പറയത്തില്ല. അപ്പം അതാണ് ഇവിടെ ഇന്നത്തെ ഈ ടാസ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോറയ്ക്ക് ഇതിനകത്തുണ്ടാകുന്ന ആ സങ്കടവും ദേഷ്യവും വിഷമവും ഇതെല്ലാം പുറത്ത് ചാടുന്ന ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഒച്ചത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പം അത് ജിൻഡോ അങ്ങനെ വലുതായിട്ടൊന്നും പറയുന്നില്ല, ഈ ചെയ്യിപ്പിക്കാൻ മാത്രം. ജിൻഡോയ്ക്ക് നോറയെ കിട്ടി, ജിൻഡോയ്ക്ക് പറ്റുന്ന ആ ഒരു ഇതെല്ലാം കൈ അങ്ങോട്ടും ഇടാനെങ്കിൽ നോറയെ ബുദ്ധിമുട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യുക. നോറയാണ് ഇങ്ങനെ സൗണ്ട് വയ്ക്കുക. ഈ സൗണ്ട് മറ്റുള്ളവർക്ക് വല്ല ഇതാവും, ഇങ്ങനെ അലച്ച് ഇങ്ങനെ സങ്കടവും ദേഷ്യവും ഒക്കെ ആയിട്ട് പറയുന്നത്. ഈ മെമ്പേഴ്സൊക്കെ അവിടെ ഇവിടെ ഇരുന്നൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ജാസ്മിനും കിച്ചൺ ടീമെല്ലാം ഈ പാത്രം കഴുകണം. ഇപ്പോൾ പാത്രം കഴുകുന്നതിൻ്റെ പേര് വലിയ പ്രശ്നം ജിൻഡോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജിൻഡോയും ഈ മെയിനായിട്ട് ഈ ജാസ്മിനും കൂടെ ഈ പാത്രം കഴുകുന്നതിൻ്റെ പേര്
മാതിരി വലിയ വഴക്ക് നടക്കുന്ന ഇതിൻ്റെ ഇടയിൽ ക്യാപ്റ്റനായ ഇതിൻ്റെ ഇടയിൽ റസ്മിൻ്റെ റോളും നമുക്ക് കാണാനുണ്ട് ഈ രണ്ടുപേരുടെ ഇടയിൽ നിന്നുള്ള. അപ്പം അങ്ങനെ പിന്നെ ജിൻഡോ പറഞ്ഞു എനിക്ക് പാത്രം കഴുകുന്നതിനൊന്നുമില്ല, ഇങ്ങനെ ഞാൻ എങ്ങനെ കഴുകും. നോറ വന്നിട്ട് അവിടെ വന്ന കാര്യം നോറയ്ക്ക് ജിൻഡോ വിളിക്കുന്നത് എല്ലാം ഈ പോയി ഭയങ്കര പ്രശ്നവും അലപ്പോൾ ഇങ്ങനെ കംപ്ലൈൻ്റ് ആണല്ലോ, അത് ബുദ്ധിമുട്ട് തന്നെ, അത് നമ്മൾക്ക് ഈ പറയുന്ന കൂട്ടൊന്നും അല്ല. അപ്പോൾ അവിടെ നോറ പാത്രം കഴുകുന്നിടത്ത് വന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ പാത്രം കഴുകുന്നതിന് എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിലും ജാസ്മിനെ ജിൻഡോയെ കൊണ്ട് പാത്രം കഴിക്കണം എന്നുള്ള രീതിയിലാണ് പ്രശ്നം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോറയും പിന്നെ നമ്മൾ കാണുന്ന ജിൻഡോയും നോറയും കൂടെ ഈ കിച്ചണിൻ്റെ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുക രണ്ടുപേരും. അവിടെ രണ്ടുപേരും പാത്രം കഴുകുന്നുണ്ട്. അവിടെ പിന്നെ നമ്മൾ കാണുമ്പോൾ ഈ നോറയെ തന്നെ കാണിക്കുന്നുണ്ട്. നോറ അവിടെ കരഞ്ഞുകൊണ്ട് ഇന്നാണ് പാത്രം കഴുകുന്നത്, കണ്ണിൽ കൂടെ വെള്ളം ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാത്തത് ഈ പാത്രം കഴുകി കഴിഞ്ഞ ഉടൻ തന്നെ അത് ഏകദേശം ഒരു 3:30 മണിയായിട്ടുണ്ടാവും. ഈ പാത്രം കഴുകി കഴിഞ്ഞ ഉടൻ തന്നെ ബിഗ് ബോസ് പിന്നെ അതിൻ്റെ ഈ സൈറൻ മുഴക്കി ഈ ഒരു ടാസ്ക് കഴിഞ്ഞെന്നുള്ള. അപ്പോൾ നമ്മുടെ സായി ഒക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, കണ്ടോ അവർ ഇത് ജോലി ചെയ്തത് കൊണ്ടാണ് പിന്നെ ഇപ്പം തന്നെ ഈ ടാസ്ക് കഴിഞ്ഞ, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാറി ഇരിക്കുകയൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഈ ടാസ്കിങ് നീണ്ടുപോയത്. 12 മണിയൊക്കെ കഴിഞ്ഞപ്പം തുടങ്ങിയ ടാസ്ക് ഈ 3:30 മണി വരെ നീണ്ടു. എന്താണെന്ന് വെച്ചാൽ ഈ വെയിൽ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ കൈ കെട്ടിയിട്ട് ഇങ്ങനെ, അപ്പോൾ അതൊരു പക്ഷേ അത് ഈ പുറത്താണെങ്കിലേ ഉള്ളൂ. എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ഫുള്ള് AC ആണെന്നാണ് തോന്നുന്നത്. അപ്പം ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ ചൂടിൻ്റെ മാതിരിയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഫുള്ള് AC ആണെങ്കിലും അതിനകത്ത് അതിൻ്റെതായ ഇതുണ്ടല്ലോ, നമ്മൾ വീടുകളിൽ കഴിയുന്ന മാതിരിയുള്ളൊരു അന്തരീക്ഷം അല്ലല്ലോ ബിഗ് ബോസ് വീടാണെങ്കിലും, അതൊരു വേറൊരു രീതിയാണല്ലോ അവിടുത്തെ. അപ്പം അങ്ങനെയാണ്. പിന്നെ ഈ നോറയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ മുമ്പിൽ ഒരു ഇൻസൾട്ടായിട്ട് ഇത് തോന്നിയിട്ടുണ്ടോ. പിന്നെ ഈ നോറയാണല്ലോ ജിൻഡോയുടെ ഈ ചരടിൻ്റെ അറ്റത്ത് എന്നുള്ള, അപ്പോൾ അതൊക്കെ ഒരു ഇൻസൾട്ടായിട്ട് ഇനി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ നോറയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് അതൊക്കെയാണ് നോറയ്ക്ക് ഇത്ര സങ്കടമായെന്ന് തോന്നുന്നുണ്ട്. ഈ കരച്ചിലും ഇതൊക്കെ കാണുമ്പോഴേ പ്രശ്നം കാണുമ്പം ഇൻസൾട്ട് പോലെ തോന്നിയിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട് ഇത്.